സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പം ഉള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സർ നമസ്കാരം. സർ നമസ്കാരം. സർ, ഇപ്പോ നമ്മുടെ സംസ്ഥാനത്ത് ഭരണം നടക്കുന്നുണ്ടോ? ഭരണ സ്തംഭനം സാധാരണ ജനത്തിന് ഫീൽ ചെയ്യുന്നതായി തോന്നുന്നു എന്ന് പറയുന്നത് ശരിയാണോ? ഇതാണ് ആദ്യത്തെ ചോദ്യം. വഴിയെ മറ്റു ചോദ്യങ്ങൾ ഞാൻ ചോദിച്ചോളാം. ഓക്കെ. അല്ല, കഴിഞ്ഞ 10 ദിവസമായിട്ട്, അതായത് മെയ് 4 നമ്മളുടെ റിസൾട്ട് അറിഞ്ഞു. അതിഗംഭീരമായ ഒരു വിധിയാണ് കേരള ജനത UDF മുന്നണിക്ക് നൽകിയത്. ആ ഒരു വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ കേരള ജനത ആ ഒരു ഉത്തരവാദിത്വം UDF മുന്നണിയെ ഏൽപ്പിക്കുകയായിരുന്നു. അത് അവർ ഇതുവരെ നിർവഹിച്ചില്ല. കഴിഞ്ഞ 10 ദിവസമായിട്ട് കേരളം ഒരു ഭരണമില്ലാത്ത ഒരു സംസ്ഥാനമായി തുടർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും ഒടുവിലത്തെ സംഗതി നോക്കാം. കഴിഞ്ഞ രാത്രിയും ഇന്നലെ വൈകുന്നേരം ഉച്ചയ്ക്ക് ശേഷവുമായിട്ട് കേരളത്തിന്റെ പല ഭാഗത്തും ഇടിമിന്നലും വ്യാപകമായ മഴയും നാശനഷ്ടങ്ങളും ഉണ്ടായി. അത് ഇടിമിന്നലില് ദൗർഭാഗ്യകരമായിട്ട് 4 യുവാക്കൾ അവിടെ മലപ്പുറത്ത് മരിക്കുകയുണ്ടായി. അതേപോലെ തന്നെ ഇന്നിപ്പോ കൊച്ചി നഗരത്തിലാണെങ്കിൽ ആ മരട് പ്രദേശത്തേക്കൊക്കെ ആൾനാശം ഉണ്ടായിട്ടില്ലെങ്കിലും വ്യാപകമായ മരങ്ങൾ വീണും മറ്റൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ വടക്കൻ ജില്ലകളിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഗവൺമെന്റിന്റെ ഏറ്റവും അടിയന്തരമായ പ്രവർത്തന സാന്നിധ്യം ആവശ്യമുള്ള സമയമല്ലേ ഇത്? പക്ഷെ ഗവൺമെന്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ ഒരു സാധാരണ ഇപ്പൊ ആ പ്രദേശത്തുള്ള ജനങ്ങള് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യേണ്ടത്? ആരോട് പോയി പറയും? ഇപ്പൊ സർക്കാർ ഓഫീസിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സർക്കാർ സംവിധാനം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ ആ പ്രവർത്തനക്ഷമതയും രീതിയും അതിന്റെ വേഗതയും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ, ഇല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു 20% പോലും എഫിഷ്യൻസി നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കിട്ടാറില്ല. ഒന്നുകില് കൈക്കൂലി വേണം, അതല്ലെങ്കിൽ സ്വാധീനം വേണം. ഇത് രണ്ടും ഇല്ലെങ്കിൽ സാധാരണ ഇത് കിട്ടാൻ പ്രയാസമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്റ്റേറ്റില് ഇപ്പൊ ഭരണവും കൂടെ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പല ഗവൺമെന്റ് അപ്പൊ നമ്മൾ ഇന്നലെ ഒരു വേറൊരു വ്യക്തി, അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല, അത് പറഞ്ഞത് വളരെ ഗുരുതരമായ ഒരു വിഷയമാണ്. കാരണം അദ്ദേഹം ഈ വിഷയങ്ങളിലൊക്കെ ഇടപെടുന്ന വ്യക്തിയാണ്. പെട്ടെന്ന് പേര് പറഞ്ഞാൽ ജനം അറിഞ്ഞിരിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ പല സർക്കാർ ഓഫീസുകളിലും ഇപ്പോൾ ഇരിക്കുന്നത് ഈ CPM-ന്റെ പ്രതിനിധികളെ പോലുള്ള ആൾക്കാരാണ് ഇരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞാണ്, എനിക്കറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഇതിനെ പരമാവധി ഈ പറഞ്ഞതുപോലെ ഈ UDF-ന്റെ ഈ അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇപ്പൊ തന്നെ UDF-ന്റെ പ്രതിച്ഛായ എല്ലാണ്ട് നശിച്ചു കഴിഞ്ഞൊരു അവസ്ഥയാണ്. അത് കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ, അവരുടെ ഭരണത്തിൽ കയറുമ്പോൾ തന്നെ അവരുടെ ഭരണത്തെ സങ്കീർണമാക്കാവുന്ന രീതിയിൽ എന്തെല്ലാം ചെയ്യാമോ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് ഒരു പരിധിവരെ പറഞ്ഞു കേട്ടിടത്തോളം അത് സ്വാഭാവികമായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെ നിന്ന് സ്ഥലം മാറ്റും UDF എന്ന ഒരു ഭീതിയും ഇവർക്കുണ്ട്. കാരണം ഓരോ ഇങ്ങനെയുള്ള വളരെ കീ പൊസിഷൻസിലും LDF-ന്റെ ആൾക്കാരെയാണ് കൊണ്ടുവച്ചിരുന്നത്. സ്വാഭാവികമായിട്ടും ചില ഗവൺമെന്റുകൾ വരുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരെ എല്ലാം അവിടുന്ന് സ്ഥലം മാറ്റം ചെയ്യും എന്നുള്ള ഒരു അവസരമാണ്. പലരും ലീവിൽ പോയിരിക്കുന്നു, പലരും ഔദ്യോഗികമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ സമയം നോക്കിയിട്ട് പലരും കുടുംബവുമായിട്ട് വെക്കേഷൻ ടൈമുമാണല്ലോ യാത്ര പോയിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ സർക്കാർ ഓഫീസിൽ നിലനിൽക്കുന്നത്. നമ്മുടെ സ്റ്റേറ്റില് അടിയന്തരമായിട്ടൊരു ഗവൺമെന്റിന്റെ ഇടപെടൽ വേണ്ട ഒട്ടേറെ സംഗതികൾ. ഇനിയിപ്പോ സ്കൂൾ തുറക്കാൻ പോവുകയാണ്. ഇനിയിപ്പോ SLC-യുടെ റിസൾട്ട് പ്രഖ്യാപിക്കേണ്ട സമയം കഴിഞ്ഞു. അപ്പൊ ഇത്തരത്തിലുള്ള സന്ദർഭത്തിലാണ് ഒരു ഗവൺമെന്റ് ഇവിടെ ഇല്ലാതിരിക്കുന്നത്. ഇത് ഐക്യജനാധിപത്യ മുന്നണി അല്ലെങ്കിൽ UDF എന്ന മുന്നണിക്ക് കേരള ജനത ഏൽപ്പിച്ചു കൊടുത്ത ഉത്തരവാദിത്വം അവർ നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ലഭ്യമാകുന്നത്. ഒരു പക്ഷേ നമ്മളിത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ ഇത് ഓൺലൈനിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ ആ സമയത്തൊക്കെ ചിലപ്പോൾ ആരാണ് മുഖ്യമന്ത്രി എന്നൊക്കെ വന്നുകൊണ്ടിരിക്കാം. എന്നാൽ പോലും മുഖ്യമന്ത്രി ഇന്നിപ്പോ അനൗൺസ് ചെയ്ത് ഇന്ന് രാത്രിയോ അതല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത വരുന്ന ഏതെങ്കിലും ദിവസങ്ങളിലായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ഇപ്പോ നമുക്ക് ആരാണ് മുഖ്യമന്ത്രി എന്നനുസരിച്ചിരിക്കും എവിടെയാണ് സത്യപ്രതിജ്ഞ എന്നുള്ളത്. മനസ്സിലായില്ലേ? ഇപ്പൊ ഹൈക്കമാൻഡിന്റെ മനസ്സിലുള്ള മുഖ്യമന്ത്രിയാണ് വരുന്നതെങ്കിൽ ചിലപ്പോ ഒരു പക്ഷേങ്കിൽ രാജ്ഭവനിലെ ഒരു
പിന്നെ പരിമിതമായി പ്രവേശനം നൽകുന്ന ഒരു ചെറിയൊരു സ്ഥലത്തിലായിരിക്കും സത്യപ്രതിജ്ഞ നടക്കുക. അതെ. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ഇനി ഈ ഒരു ഗവൺമെന്റ് ഒന്ന് ആക്റ്റീവായി വരണമെന്നുണ്ടെങ്കിൽ ക്യാബിനറ്റ് മന്ത്രിമാര് വേണം. അതേപോലെ ഈ ഉദ്യോഗസ്ഥരെ ഔദ്യോഗിക തലത്തിലെല്ലാം ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ IAS തലത്തിലെല്ലാം മാറ്റം വേണ്ടി വരും. അപ്പൊ അവർക്ക് പിന്നെ ഭരണത്തിന് അനുയോജ്യമായ ഒരു സംവിധാനത്തെ ഒരുക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പൊ ഇതിനൊക്കെ എത്ര സമയം വേണമെന്ന് ആലോചിച്ച് നോക്കുക. ഈ ഉദാഹരണത്തിന് വിജയ് തമിഴ്നാട്ടിൽ അധികാരത്തിലേറി 3 ദിവസത്തിനകം കഴിഞ്ഞ് ഒട്ടേറെ നടപടികൾ അയാൾ സ്വീകരിക്കുന്നു. അല്ലേ? അപ്പൊ ഈ ഒരു ഇതൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു ഗുരുതരമായ ഒരു അവസ്ഥയാണ്. സാർ ഇപ്പോ സാർ പറഞ്ഞു വെച്ചാ സാർ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. സാർ ഈ പറഞ്ഞു പോയതിൽ SSLC പരീക്ഷാ ഫലം സാർ ഒരു മാധ്യമപ്രവർത്തകനാണ്. നീണ്ട കാലം സാറിന് തന്നെ അനുഭവമുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയാണ് 1ാം റാങ്കുകാരെ റാങ്ക് ഉണ്ടായിരുന്നപ്പോ റാങ്ക് അല്ലെങ്കിൽ ഇത്ര A+, ഇത്ര A, ഇത്ര B+, ഇത്ര B എന്ന് വിദ്യാഭ്യാസ നിലവാരത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ രംഗത്ത് നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് സമഗ്രമായ ആ ഒരു വിശകലനം നടത്തിക്കൊണ്ടൊരു പത്രസമ്മേളനം, അതാണ് നമ്മൾ നാളിതുവരെ കണ്ടിട്ടുള്ളത്. മറിച്ച് ഇന്നിപ്പോ ഒരു വിദ്യാഭ്യാസ മന്ത്രി കാണാൻ ഇന്നിപ്പോ എങ്ങനെയാണ് ഉദ്യോഗസ്ഥരോട് ചെയ്തോളാൻ പറഞ്ഞതായിട്ടാണ് സാർ പറയുന്നത്. എന്ത് പറയുന്നു സാർ അതിനെ കുറിച്ച്? അല്ല, ഇതിനകത്ത് 2 വശമുണ്ട്. ഒന്ന്, എന്തിനേം നമുക്ക് 2 രീതിയിൽ സമീപിക്കാം. ഒന്ന് ക്രിയാത്മകമായിട്ട് സമീപിക്കാം. ഉദാഹരണത്തിന് ഒരു മന്ത്രിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അനൗൺസ് ചെയ്യുന്നുണ്ട് ദോഷമൊന്നുമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു റിസൾട്ട് ഓരോ വർഷത്തെ റിസൾട്ട് കഴിയുമ്പോഴും ഈ മന്ത്രിക്ക് വേണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാസ്സായി വരുന്ന കുട്ടികളുടെ അവസ്ഥ, അവരുടെ വിദ്യാഭ്യാസ നിലവാരം, അവരുടെ ഈ വാല്യുവേഷനിൽ കണ്ടെത്തിയിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഉത്തരങ്ങളിൽ കണ്ടെത്തിയിട്ടുള്ള വ്യത്യസ്തതകൾ, അതേപോലെ തന്നെ അതിൽ പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വേണ്ട മാറ്റങ്ങൾ, ഇങ്ങനെ ഒരു വളരെ സുപ്രധാനമായ അനേകം ഡേറ്റ വേണമെങ്കിൽ ഒരു മന്ത്രിക്ക് ഒരു പരീക്ഷ കഴിയുമ്പോൾ ശേഖരിച്ചിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പഠനം നടത്തി, അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ പോലെ വിദഗ്ധരുമായിട്ടൊക്കെ പഠനം നടത്തി ഇന്ന മാറ്റങ്ങൾ അനിവാര്യമായിരിക്കുന്നു എന്നുള്ള കണ്ടെത്തൽ നടത്തിയിട്ട് വേണമെങ്കിൽ മന്ത്രിക്ക് ഈ പ്രസ്ഥാനം നടത്താം. ഇവിടെ നടക്കുന്നത് അതല്ല. ഇവിടെ നടക്കുന്നത് എത്രയും കൂടുതൽ ആൾക്കാർ ജയിക്കുന്നു, അതാണ് ഞങ്ങളുടെ മന്ത്രിസഭയുടെ ഗുണം അല്ലെങ്കിൽ മെച്ചം. ഇത്രയും പേരെ ജയിപ്പിച്ചു എന്നുള്ള ഒരു മേനി നടിക്കാൻ വേണ്ടിയിട്ട്, ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടി, ഒന്ന് ആലോചിച്ച് നോക്കുക. ഗവൺമെന്റിന്റെ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളുടെ പരീക്ഷയെ ഉപകരണമാക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനത്തിന്റെ പാപ്പരത്വം ആലോചിച്ച് നോക്കുക. അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഈ മന്ത്രിമാരുടെ അനൗൺസ്മെന്റ് ഈ ആ രീതിയിലുള്ള സംഗതികൾ വന്നത്. മറിച്ച് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് ഓൺലൈനിൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഈ പറഞ്ഞതുപോലെ ഈ ഒരു വർഷത്തെ അല്ലെങ്കിൽ ഈ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് ഇന്ന കണ്ടെത്തലുകൾ നടത്തിയിട്ടുണ്ട്, ഇന്ന മാറ്റങ്ങൾ അനിവാര്യമാണ്, ഇത് ഞാൻ സമൂഹത്തിന്റെ മുന്നിലേക്ക് വെക്കുകയാണ്, നിങ്ങളുടെ പൊതുജനങ്ങളുടെ താല്പര്യമുള്ളവര് അഭിപ്രായങ്ങൾ അറിയിക്കൂ, അതല്ലെങ്കിൽ വിദഗ്ധരുണ്ടെങ്കിൽ നിർദ്ദേശങ്ങൾ അറിയിക്കൂ, അധ്യാപകർ അറിയിക്കൂ, അതുപോലെ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നിങ്ങൾ ഇവിടെ വന്ന് ഇതിനകത്ത് നിങ്ങളുടെ റെസ്പോൺസ് അറിയിക്കൂ, അതിനെ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങളിത് പഠനത്തിന് മാറ്റത്തിന് വിധേയമാക്കാം എന്നൊക്കെയാണ് ഈ ആധുനിക കാലഘട്ടത്തിലെ ഒരു മന്ത്രിയും ഒരു സർക്കാരും ഒക്കെ ചെയ്യേണ്ടത്. അത് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള വേറെ കാര്യം. അത് നമ്മളിപ്പോ ഇത് ചർച്ച ചെയ്യുന്നത് തന്നെ ഇനി വരുന്ന ഒരു ഗവൺമെന്റെങ്കിലും ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അതിന് ഈ ഒരു ചിന്തയിലേക്ക് നമുക്ക്, കാരണം സമൂഹമാണല്ലോ, നമ്മള് ജനാധിപത്യ സംവിധാനം എന്ന് പറഞ്ഞാൽ നമ്മളുടെ തന്നെയാണ്, അല്ലാതെ ഗവൺമെന്റ് വേറെയും നമ്മൾ വേറെ അല്ലല്ലോ. അപ്പൊ നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ പോലും അത് ഗവൺമെന്റിനെ സ്വാധീനിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഇത്തരം മാധ്യമങ്ങൾ പ്രസക്തമാകുന്നത് പോലും. മാധ്യമങ്ങളും നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതും ഒക്കെ അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇപ്പൊ നമ്മളുടെ നമ്മൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന ആ ഒരു ഉന്നത ബോഡി കേരളത്തിലെ ജനത നൽകിയ ജനവിധിയെ ചവിട്ടി മതിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യം അതിന്റെ ഫലമായിട്ടാണ് കഴിഞ്ഞ 10 ദിവസമായിട്ട് കേരളം ഒരു ഭരണമില്ലാ സംസ്ഥാനമായിട്ട്, ഇപ്പോ CPM-ന്റെ മാർക്സിയൻ തിയറിയുടെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ വിതറിങ് എവേ ഓഫ് സ്റ്റേറ്റ് എന്നുള്ളൊരു അവസ്ഥയാണ് ഇപ്പോ നമ്മളിവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ എനിക്ക് ഒരു കാര്യം കൂടി ഞാൻ സാറിനോട് തന്നെ ചോദിക്കുകയാണ്. സാറിന് തന്നെ അറിയാവുന്ന കാര്യമാണ് പോലീസ് മേഖലയിലെ സ്ഥലം മാറ്റം. അതായത് കഴിഞ്ഞ 10 വർഷമായി ഈ സംസ്ഥാനത്തിന്റെ മിഷണറി എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പ് കൂടെ ചേർന്നതാണ്. മാത്രമല്ല ഉദ്യോഗസ്ഥ വൃന്ദവുമുണ്ട്. സാറിനറിയാം, സെക്രട്ടേറിയറ്റിൽ തന്നെ ഈ ഭരണപക്ഷത്തിരിക്കുന്ന സാർ ഇപ്പോൾ പറഞ്ഞു വെച്ച ഒരു കാര്യം തന്നെ എടുത്തു പറയേണ്ടി വരും. കാര്യം ഇനി വരാൻ പോകുന്നവർക്ക്
മാക്സിമം കാര്യങ്ങൾ എങ്ങനെ നശിപ്പിച്ചു കൊടുക്കുക എന്ന രീതിയിൽ ഗവേഷണം നടത്തുന്ന ഒരു വിഭാഗം ഇറങ്ങി പോകുന്ന പോക്കിൽ ചെയ്യാതെ പോകില്ല. സർ, ഈ പറയുന്ന പോലീസ് സേനയിൽ പോലും അതായത് ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ ആരുമില്ലാതെ വരുമ്പോൾ നമുക്ക് ഈ അവസരത്തിൽ ഭരണസ്തംഭനം നടക്കുന്ന അവസരത്തിൽ പോലീസ് സേനയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥ വൃന്ദമോ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പാടില്ലാത്തത് കാണിച്ചുകൂടായികയില്ല എന്നുകൂടി ചിന്തിക്കുന്നത് ഒരു ഓവർ തോട്ടായി പോകുമോ? ഇല്ല, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ അന്തരീക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ബ്യൂറോക്രസിയെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ ഇറങ്ങി പോകാൻ പോകുന്ന ഗവൺമെന്റ് കൊണ്ടുവച്ചിരിക്കുന്ന അവരുടെ ഒരു പിണിയാള് പോലെയാണ് ഇവിടുത്തെ ഈ ഔദ്യോഗിക വൃന്ദം മാറിയിരിക്കുന്നത്. നമ്മൾ ഏത് ഓഫീസിൽ ചെന്ന് കയറി കഴിഞ്ഞാലും നമുക്ക് അവിടെ ഒരു വില്ലേജ് ഓഫീസിൽ പോയി ഒരു കാര്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ലോക്കൽ നേതാവിന്റെ സഹായം നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ ഒരു വാക്ക് ആവശ്യമാവും. ഒരു വാക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ പോയി സാധിച്ചിരിക്കും. അപ്പൊ ഇത്തരത്തിൽ അതേപോലെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കണ്ടതാണ് ഈ പാവപ്പെട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥര് ഈ SFI വിദ്യാർത്ഥികളുടെ മുമ്പിൽ പോലും നിസ്സഹായരായിട്ട് പോലീസ് സ്റ്റേഷനിലും അതേപോലെ മറ്റ് പൊതുസ്ഥലങ്ങളിലും ഒക്കെ നിൽക്കുകയും അവര് പോലീസ് ഉദ്യോഗസ്ഥരെ വിരട്ടുകയും പോലീസ് സ്റ്റേഷനുള്ളിൽ നിന്ന് പ്രതികളെ പിടിച്ചോണ്ട് പോവുകയൊക്കെ ചെയ്യുന്നത് കേരളം കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ വിധിയെഴുത്ത് ഇങ്ങനെ ഉണ്ടായത്. അപ്പോ അത്തരം ഒരു സാഹചര്യമാണ് നമ്മുടെ നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് UDFന്റെ ഒരു ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടി, അത് ഹൈക്കമാൻഡ് എന്ന് പറയുന്ന എന്ത് കമാൻഡാണെന്ന് മനസ്സിലാവുന്നില്ല. കേരളത്തിലെ ജനങ്ങളെക്കാൾ വലിയ ഹൈക്കമാൻഡ് ആർക്കും ആകാൻ പറ്റില്ല ജനാധിപത്യ സംവിധാനത്തിൽ. കാര്യം ഹൈക്കമാൻഡ് അല്ല തീരുമാനിക്കുന്നത്, നമ്മളാണ് തീരുമാനിക്കുന്നത്. നമ്മളൊരു മുന്നണിക്ക് അധികാരം കൊടുത്തു, അവകാശം കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ അത് ദുരുപയോഗം ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശം കൊടുത്തിട്ടില്ല. ഇതിപ്പോ ഇവിടെ നമ്മൾ കൊടുത്ത ഒരു അവകാശത്തെ, അധികാരത്തെ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തീരുമാനമെടുക്കാനുള്ള ബോഡികൾക്ക് തീരുമാനമെടുക്കാനുള്ള ശേഷിയുടെ അഭാവം കൊണ്ട്, അതായത് നേതൃത്വ സ്വഭാവത്തിന്റെ അഭാവം കൊണ്ട് സംഭവിക്കുന്ന ഒരു ഗതികേടാണ് ഇപ്പോൾ മലയാളി അനുഭവിക്കുന്നത്. എത്ര പേരാണ് ഇതിന്റെ ദുരിതം അനുഭവിക്കുന്നത് അറിയാമോ? ഇന്നലെ രാത്രിയിൽ അപകടത്തിൽപ്പെട്ട ആൾക്കാര്, അല്ലെങ്കിൽ നാശനഷ്ടമുണ്ടായ ആൾക്കാര്, ഇത് എങ്ങനെയാണ് ഇതിന് അടിയന്തരമായ ഇടപെടൽ ആവശ്യമല്ലേ? അതിനല്ലേ ഒരു സർക്കാർ പറഞ്ഞത്. അപ്പൊ അതിവിടെ നടക്കുന്നില്ല. അതേപോലെ തന്നെ ഓഫീസുകളിലേക്ക് ഇപ്പം ഈ പല സ്കൂളുകളിലും കോളേജുകളിലും വിദേശത്തും നാട്ടിലും ഒക്കെ ഈ അപേക്ഷകൾ സമർപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയമാണിത്. ഇപ്പോഴും നമ്മൾ എല്ലാം ഓൺലൈൻ ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ പോലും ചില സർട്ടിഫിക്കറ്റുകളൊക്കെ വില്ലേജ് ഓഫീസുകളിൽ അവിടെ ഇവിടെയൊക്കെ പോകാൻ കിട്ടത്തില്ല. അപ്പൊ ഇപ്പൊ അതൊക്കെ വളരെ ഈ ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എല്ലാ തലത്തിലും ഈ ഭരണ സ്തംഭനം അത് മലയാളികളുടെ, എനിക്ക് വേറൊരു കാര്യത്തിൽ വലിയ അഭിമാനം തോന്നുന്നുണ്ട്. കാരണം എന്ന് വെച്ചാല് പോലീസിങ്ങും അതേപോലുള്ള സംഗതികളും ഒന്നും ഇല്ലെങ്കിൽ പോലും മലയാളി അടിസ്ഥാനപരമായിട്ട് വലിയ പ്രശ്നക്കാരല്ല എന്നാണ് മനസ്സിലാവുന്നത്. കാരണം വെച്ചാല് ഈ ഗവൺമെന്റ് ഇപ്പൊ ഇല്ലെങ്കിൽ പോലും വലിയ പ്രശ്നമില്ലാതെ സംസ്ഥാനം ഓടിപ്പോകുന്നുണ്ട്, ഇല്ലേ? ഒരു വിദേശ രാജ്യത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓരോ സ്ഥലത്തും ഈ നിരീക്ഷണവും പോലീസിങ്ങും വളരെ അത്യാവശ്യമാണ്. ഇവിടെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ അതൊരു മലയാളിയുടെ ഒരു വലിയൊരു ഗുണമായിട്ട് ഈ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു വലിയ എന്താ പറയുക, ഒരു സംസ്കാരമായിട്ട് എടുത്തു കാണേണ്ടതാണ്. ഗവൺമെന്റ് ഇല്ലെങ്കിലും പ്രശ്നമില്ലാതെ കാര്യങ്ങൾ സുഖമായിട്ട് ജീവിച്ചു പോകുന്നുണ്ട്. പക്ഷെ അത് ഒരു സിസ്റ്റത്തിലാവുന്ന സമയത്ത് ഒരു പ്രോബ്ലം ഉണ്ടാകുമ്പോഴാണ് അത് വലിയ പ്രശ്നമായി മാറും. അത് വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും. അത് പിന്നെ ചിലപ്പോൾ പിടിച്ചാൽ കിട്ടിയില്ലെന്നിരിക്കും. അവിടെയാണ് ഈ സിസ്റ്റം അല്ലെങ്കിൽ ഭരണം ആവശ്യമായി വരുന്നത്. അക്കൗണ്ടബിലിറ്റി, റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി, ഇതൊക്കെ ഭരണത്തില്, അതുപോലെ സിസ്റ്റം, ഇതൊക്കെ വളരെ അത്യാവശ്യമുണ്ട് ഒരു സിവിൽ സൊസൈറ്റിക്ക് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ, അല്ലേ? അപ്പോ ഈ രീതിയിൽ ഈ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മ ഇത് ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. UDF മുന്നണി, വിശേഷം കോൺഗ്രസ് പാർട്ടിക്ക് ആ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയുണ്ട്. ആ ഉത്തരവാദിത്വം ഇല്ലായ്മയായിട്ട് തുടർന്ന് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പഴയ കാലങ്ങളല്ല. ഇപ്പൊ ഉദാഹരണത്തിന് ഇന്ന് മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ് രാവിലെ കൂടുകയാണെന്ന് തോന്നുന്നു. മീറ്റിംഗ് കൂടുകയാണ്. കാരണം അവർക്ക് ജനങ്ങളെ ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് ജനപ്രതിനിധികൾക്ക് പള്ളിയിൽ പോലും പോകാൻ പറ്റുന്നില്ല. അതായത് സാറിനോട് ഞാൻ സാറ് പറഞ്ഞ ഭാഗത്തുനിന്ന് കുറച്ചുകൂടെ കടന്ന് ഞാൻ ചോദിക്കാത്തതിന്റെ കാരണം,
വെറുതെ എന്തിനു നമ്മൾ സംസാരിച്ച് നമ്മുടെ അതിരവ്യായാമം ചെയ്യണം കോൺഗ്രസിന്റെ വിഷയം എന്നുള്ളത് കൊണ്ടാണ് സാർ ഞാൻ ആ വിഷയം വേണ്ട, സാറിനോട് വെറുതെ സാറിന്റെ സമയം കളയണ്ട എന്നുള്ളതുകൊണ്ടാണ് ഹൈക്കമാൻഡിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ ഒഴുക്കം മട്ടി പറഞ്ഞു പോയത്. ഏതായാലും സാറ് പറഞ്ഞ പോലെ സർക്കാരില്ലെങ്കിലും കേരളത്തിലെ ജനത അങ്ങനെ അക്രമകാരികളൊന്നും അല്ല. ഭരണസ്തംഭനം ഉണ്ട് എന്ന വസ്തുത നിൽക്കുമ്പോഴും നമ്മൾ ശാന്തരായിട്ട് തന്നെ പോവുകയാണ് അല്ലെ സാർ, എന്ത് പറയുന്നു? തീർച്ചയായിട്ടും ആ ശാന്തത എന്ന് പറയുന്നത് എന്താ പറയാ, വിരാമമില്ലാത്ത ഒരു എന്താ പറയാ, ഒരു നിർവികാരത അല്ലെന്ന് മനസ്സിലാക്കണം ഭരണകൂടം. തീർച്ചയായിട്ടും അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പരിധിവരെ മനുഷ്യൻ ആ ക്ഷമയ്ക്ക് എല്ലാത്തിനും ഒരു അതിലുണ്ടാവുമല്ലോ. ഇപ്പൊ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇപ്പൊ ഈ പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്നവരുടെ അവസ്ഥ ആലോചിച്ചു. അവർക്ക് ഒരു മെഷീനറി, ഒരു സംവിധാനം, ഒരു ഗവൺമെന്റ് അവരുടെ അടുത്തേക്ക് ചെല്ലേണ്ട സമയമാണ്. അത് ഗവൺമെന്റ് ഇല്ല. നന്ദി. ആ ഒരു അവസ്ഥയാണ്. താങ്ക് യു.